സ്വാഗതം. അപ്പോൾ എൻ്റെ പരിപാടി തുടങ്ങാൻ പോവാണ് കേട്ടോ. ഇതായിട്ടൊന്നുമില്ല. അപ്പോൾ വന്നപ്പോൾ തന്നെ പാല് കാച്ചി കാപ്പി ഉണ്ടാക്കി. അപ്പോൾ ഞാൻ വരാൻ നേരത്ത് ബസ് ഇറങ്ങിയപ്പോൾ നേരെ മോളുടെ വീട്ടിലേക്ക് പോയിട്ടോ. അപ്പോൾ ഇളയ കുഞ്ഞ് എൻ്റെ കൂടെ പോന്നു. അത് ഭയങ്കര കരച്ചിലായിരുന്നു എടുക്കാൻ പോകുന്നെന്ന് പറഞ്ഞത്. അപ്പം എൻ്റെ കൂടെ പോന്നു. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് ഉറക്കം വരുന്നു. ഉറക്കത്തിൻ്റെ കരച്ചിലാണ് കേട്ടോ. അപ്പോൾ അവളെ കൊണ്ട് ഉറക്കി എൻ്റെ ജോലി തുടങ്ങാൻ പോകുന്നു. പാത്രം കഴുകാനുണ്ട്. പതിവ് പോലെ കാപ്പി വെച്ച് കഴിഞ്ഞു കേട്ടോ. മോനും കൊടുത്തു. ഉണ്ടമ്പരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതും കാപ്പിയും കൂടി മോന് കൊടുത്തു. പിന്നെ ഞാനെന്ത് കുറച്ച് കാപ്പി കുറച്ചേ കുടിച്ചുള്ളൂ. ഇനി പണിയുടെ ഇടയ്ക്ക് കുറച്ചായിട്ട് കുടിക്കും കേട്ടോ. അപ്പോൾ ഞാൻ പാത്രം കഴുകിട്ട് ആക്കും. പിന്നെ ഉപ്പുമാവാണ് രാത്രിത്തേക്ക്. ഉപ്പുമാവും പഴവും വാങ്ങിച്ചിട്ടുണ്ട്. ഉപ്പുമാവും പഴവും കൂടി കഴിക്കണം. പിന്നെ നാളത്തേക്ക് ഉണക്കച്ചെമ്മീനുണ്ട്. അപ്പോൾ പച്ചക്കയും വാങ്ങിച്ചിട്ടുണ്ട്. ഉണക്കച്ചെമ്മീനും പച്ചക്കയും കൂടി ഇട്ട് കറി വെച്ച് തേങ്ങ അരച്ച് കറി വെക്കണം കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നാളത്തേക്ക് എളുപ്പമാവില്ല. അപ്പോൾ അതും കൂടി ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പാത്രം കഴുകി കെട്ടിട്ട് അങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാപ്പിയും കുടിച്ചുകൊണ്ട് എൻ്റെ പണി തുടങ്ങുകയാണ് കേട്ടോ. ആദ്യം തന്നെ അവിടെ ചരുവത്തിലുണ്ടായിരുന്ന വെള്ളം കൊണ്ട് പുറത്തുകൊണ്ട് കളഞ്ഞിട്ട് നല്ല വെള്ളം എടുത്തുകൊണ്ട് വരാൻ പോവുകയാണ് കേട്ടോ. അങ്ങനെ വെള്ളം എടുത്തുകൊണ്ട് വന്നു. അതിനുശേഷം പാത്രങ്ങൾ കഴുകാൻ പോവുകയാണ്. ഇന്ന് ഒരുപാട് പാത്രങ്ങളൊന്നും ഇല്ല കേട്ടോ, കുറച്ചേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് വേഗം കഴുകിയെടുത്ത് അതിന് ശേഷം അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കാപ്പി കുടിക്കുന്നുണ്ട്. പിന്നെ കറി വെക്കാൻ പോവാണ് കേട്ടോ. കറി വെക്കാനായിട്ട് പച്ചക്ക വാങ്ങിയിട്ടുണ്ട്. പച്ചക്കയും ഉണക്കച്ചെമ്മീനും കൂടി തേങ്ങ അരച്ച് വെക്കാൻ പോവാണ്. പച്ചക്ക അരിഞ്ഞ് അടുപ്പത്തേക്ക് വെച്ചതിന് ശേഷം ഞാൻ തേങ്ങ പൊതിച്ചെടുക്കണം. അത് പൊതിച്ചെടുക്കാൻ പോവാണ് കേട്ടോ. വാക്കത്തിയും കൊണ്ടാണ് പൊതിക്കുന്നത്. വാക്കത്തി അത്ര നല്ല വാക്കത്തിയൊന്നുമല്ല, പഴയ വാക്കത്തിയാണ് കേട്ടോ. അങ്ങനെ തേങ്ങയൊക്കെ പൊതിച്ചെടുത്തതിന് ശേഷം ഉപ്പുമാവിന് കുറച്ച് ചിരണ്ടി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കറിക്കുള്ളത് പൂളി എടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഞാനൊന്ന് ക്രഷ് ചെയ്ത് വെച്ചതിന് ശേഷം അതിലേക്ക് ഉണക്കച്ചെമ്മീൻ ഒന്ന് കഴുകി വറുത്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അതും കൂടി തേങ്ങയുടെ കൂടെ തന്നെ അരച്ചെടുക്കുകയാണ് കേട്ടോ. ഞാൻ അങ്ങനെ ഇടുന്നില്ല. എന്നിട്ട് കറിയും കൂടി ശരിയാക്കി എടുത്തു കേട്ടോ. പിന്നെ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് ചെയ്തത്. അങ്ങനെ കറിയൊക്കെ ശരിയാക്കിയതിന് ശേഷം കുളിയും കഴിഞ്ഞ് ഊണും കഴിഞ്ഞ് ഞങ്ങൾ കിടന്ന് ഉറങ്ങി കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നലത്തെ വിശേഷം. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബായ്.